കേക്കിൻ്റെ കുക്കീസിൻ്റെ ഒക്കെ ടോപ്പിംഗ് ആയിട്ട് യൂസ് പുഡിങ്ങിനൊക്കെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യും. അത് യൂറോപ്പിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ നിലവിൽ ഫിലിപ്പീൻസിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെയാണ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നാളികേര ഉൽപ്പാദനത്തിന് മുൻപന്തിയിലാണ്, പക്ഷെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ പുറകിലാണ്. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് ആൻഡ് കോക്കനട്ട് ഫ്ലേക്സ് ഒക്കെ ആളുകൾ ഇതേപോലെ ഡിമാൻഡ് കണ്ടിട്ട് നമ്മളവിടെ എൻക്വയറി ചെയ്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നമുക്ക് വിദേശത്ത് നിന്ന് ഒരുപാട് ഓർഡറുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അതിൻ്റെയും ടെക്നോളജി ട്രാൻസ്ഫറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലേവേർഡ് അപ്പോൾ ഇത് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസാണ്. സ്ക്വാഷ് ഉണ്ട്, വിനാഗിരി ഉണ്ട്, നാറ്റ, ചമ്മന്തിപ്പൊടി, കുക്കീസ്, ചിപ്സ്, യോഗട്ട്, ഇതൊക്കെ ടെക്നോളജി ട്രാൻസ്ഫറിലുള്ള പ്രോഡക്ട്സ് ആണ്. ചാൻസ്, ഐസ്ക്രീം, ഇത് പൊങ്ങിന് ക്യാൻഡി, ഇത് നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സുകൾ സെഷൻസിൻ്റെ ഫോട്ടോസ് ആണ്. അവിടുത്തെ മെഷീനുകളും കാര്യങ്ങളും ഒക്കെയാണ്. ട്രെയിനിങ് സെന്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ? ഇതിൽ എത്ര പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാമായിരുന്നു? വെളിച്ചെണ്ണ അറിയാം അല്ലേ? പിന്നെ ചിപ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് യോഗട്ട്, ഇപ്പോൾ തേങ്ങ പാലിൽ നിന്നുള്ള ഈ പശുവിൻ പാല് അലർജിക്കായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ആൾട്ടർനേറ്റീവാണ് ഈ കോക്കനട്ട് മിൽക്ക്, ഫ്ലേവേർഡ് കോക്കനട്ട് മിൽക്ക്. നമുക്ക് തേങ്ങ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമുണ്ട്. യൂറോപ്പിലും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലെ ഉൽപ്പന്നങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ഈ വെളിച്ചെണ്ണ, കൊപ്ര, ഉരുക്ക് വെളിച്ചെണ്ണ ഇതൊക്കെ അല്ലാതെ നമുക്ക് നാളികേരം മറ്റു ഉൽപ്പന്നങ്ങൾ വളരെ കുറവാണ്. നമുക്ക് സാധ്യതകളുള്ള ഒരു ഏരിയയാണ് നാളികേരത്തിൻ്റെ മൂല്യവർദ്ധന എന്നുള്ളത്. പക്ഷെ അത് പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും നമ്മുടെ നാളികേര അധിഷ്ഠിത യൂണിറ്റ്സ്. നാളികേര അധിഷ്ഠിത ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ ഒതുങ്ങില്ല. എപ്പോഴും ഒരു ഇൻ്റഗ്രേറ്റഡ് യൂണിറ്റ്സ് ആണ്. മിക്കവാറും നിലവിലുള്ളതും അത് തന്നെയാണ്. അതായത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്കത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചിരട്ട എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതേപോലുള്ള ചിരട്ടപ്പൊടി, ചിരട്ടയൊക്കെ ചെയ്യുന്ന യൂണിറ്റുകൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാം. അതിന് വിലയുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ടയാണ് ഈ ചിരട്ടയായിട്ട് കൊടുക്കാം, ചിരട്ട നെല്ലിയായിട്ട് കൊടുക്കാം, നെറ്റിയുണ്ടാക്കുന്ന യൂണിറ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പ്സായിട്ട് വരാം, ഇൻഡിവിജ്വലായിട്ട് ഒരാളായിട്ട് നമുക്ക് വന്ന് രജിസ്റ്റർ ചെയ്താൽ നമ്മൾ അങ്ങനെ നടത്താറുണ്ട്. 10 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളൊരു ബാച്ച് നടത്തും. എന്തായാലും ഒരു മാസം ഒരു 3-4 ബാച്ചസ് ഒക്കെ നമ്മളവിടെ ട്രെയിനിങ്സ് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് ആളുകൾ വന്ന് ട്രെയിനിങ്ങുകൾ എടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യ അകപ്പാടെയുള്ള ട്രെയിനിങ് സെൻ്ററാണ് ആലുവ വാഴക്കുളത്തുള്ളത്. ഗുവാഹട്ടിയിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അതല്ലാതെ മെഷീനുകളൊക്കെ ഉള്ള ഒരേ ഒരു യൂണിറ്റ് ആലുവ വാഴക്കുളത്താണ്. നാളികേര ഇൻഡസ്ട്രി ബോർഡിൻ്റെ യൂണിറ്റ്. ഇനി കുറച്ച് സക്സസ് സ്റ്റോറീസും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് അറിയാറുണ്ട്. അവർ നമ്മളുടെ ട്രെയിനിങ് കഴിഞ്ഞവരാണ്. അവർക്ക് നിലവിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്ന കേരളത്തിലെ ഒരു യൂണിറ്റാണ് KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അവർക്ക് തേങ്ങ വെളിച്ചെണ്ണയുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, പിന്നെ തേങ്ങാപ്പാല്, അതുപോലെ വിനാഗിരി, നാറ്റടി കൊക്കോ ഇതൊക്കെ അവർക്കുണ്ട്. അതുപോലെ സുമില ജയരാജ്, ഈ നോറ ഇന്റർനാഷണൽ, നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും. സുമില ജയരാജ് സുമിലയും നമ്മളുടെ യൂണിറ്റിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോയതാണ്. അവർക്ക് ഏകദേശം മിസ്റ്റർ അഷ്റഫും നമ്മളുടെ ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഇപ്രാവശ്യത്തെ 2021 സ്റ്റേറ്റ് ലെവൽ ഫാം അവാർഡ് വിന്നറാണ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഇന്നോവേഷൻ ആ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവലോസ് കൊടി, ചമ്മന്തിക്കൊടി. പുള്ളി പറയുന്നത് നാളികേരം വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് നാളികേരത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കും തേങ്ങയുടെ വില ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്കിത് ഒരു കിലോ ചിപ്സിന് പറഞ്ഞാൽ 1500 രൂപയൊക്കെയാണ് ഒരു കിലോ ചിപ്പ്